നമസ്കാരം. പ്രധാന വാർത്തകൾ. കേക്ക്, വൈന്, രോമാഞ്ചം. പ്രസ്താവന പിൻവലിക്കുന്നു. രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. സജി ചെറിയാൻ. സഞ്ചാരം തടഞ്ഞ് ക്രൂരത. വയോധികയുടെ വീട്ടിലേക്കുള്ള വഴിയടച്ച് അയൽവാസി. ദക്ഷിണ കൊറിയൻ പ്രതിപക്ഷ നേതാവിന് നേരെ ആക്രമണം. കഴുത്തിൽ കുത്തേറ്റു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ. തന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു. കേക്ക്, വൈൻ, രോമാഞ്ചം എന്ന ഭാഗം പ്രയാസം ഉണ്ടാക്കിയെങ്കിൽ ആ വാക്കുകൾ പിൻവലിക്കുന്നു. വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി തോന്നിയിരിക്കാം. എന്നാൽ കേക്കിന്റെയും വീനിന്റെയും പ്രശ്നമല്ല ഞാൻ ഉന്നയിച്ചത്. മണിപ്പൂർ പ്രശ്നത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അത് തന്റെ നിലപാട് മാത്രമായി കണ്ടാൽ മതി. ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാ ബിഷപ്പുമാരായും വ്യക്തിബന്ധമുണ്ട്. അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ആരെങ്കിലും ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വയോധികയുടെ വീട്ടിലേക്കുള്ള വഴിയടച്ച് അയൽവാസി. പിറവം ഇലഞ്ഞി 1-ാം വാർഡ് മലയിൽ വീട്ടിൽ മറിയക്കുട്ടി എന്ന 76-കാരിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് മുള്ളുവേലിയിട്ട് അടച്ചത്. വീട്ടിനടുത്ത് റബ്ബർ തോട്ട ഉടമ കടവന്ത്ര സ്വദേശി അരുൺ എബ്രഹാമാണ് വേലി സ്ഥാപിച്ചത്. കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടെന്ന് കാട്ടിയായിരുന്നു നീക്കം. അടുത്തിടെയാണ് എറണാകുളം സ്വദേശികൾ ഇവിടെ 60 സെന്റ് സ്ഥലം വാങ്ങിയത്. വഴി അടച്ചതിനാൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണെന്ന് വയോധികയും കുടുംബവും പറഞ്ഞു. വിധവയായ വയോധിക കഴിഞ്ഞ 60 വർഷമായി ഈ വീട്ടിലാണ് താമസം. ഒപ്പം ഏക മകളായ ലിസലിനും ഭർത്താവുമുണ്ട്. വഴി കെട്ടിയടച്ച സംഭവത്തിൽ പിറവത്ത് നടന്ന നവകേരള സദസ്സിൽ ഇവർ പരാതിയും നൽകിയിരുന്നു. ദക്ഷിണ കൊറിയൻ പ്രതിപക്ഷ നേതാവിന് നേരെ ആക്രമണം. ലീ ജയ് മൂങ്ങിന് കഴുത്തിൽ കുത്തേറ്റു. തുറമുഖ നഗരമായ ബുസാൻ സന്ദർശനത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. ആക്രമി അറസ്റ്റിലായി. പുതിയ വിമാനത്താവളം വരാനിരിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ആക്രമി എത്തിയത്. ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞ് അടുത്തെത്തിയ ആക്രമി കഴുത്തിൽ കത്തിവെച്ച് കുത്തുകയായിരുന്നു. ലീയുടെ പേര് ആലേഖനം ചെയ്ത തൊപ്പി ധരിച്ചാണ് ആക്രമി എത്തിയത്. ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലീയെ ആംബുലൻസിൽ കയറ്റുകയും ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. 1 സെന്റിമീറ്റർ ആഴത്തിലാണ് കഴുത്തിലെ മുറിവ്. എന്നാൽ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.